ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വചന സന്ദേശം ഇന്നു മുതൽ ആരംഭിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം ശാരീരികമായ ക്ഷീണങ്ങളാൽ ഞാൻ ഭാരപ്പെട്ടു. ദൈവമക്കളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് സുഖവും സൗഖ്യം കർത്താവ് നൽകി തന്നു. കർത്താവിൻ്റെ വിടുതൽ അനുഭവിച്ച ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി, സ്തുതിയും സ്തോത്രമൊക്കെ അർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. സ്തോത്രം. പ്രാർത്ഥനയുടെ ദിവസത്തിനതിലായിരിക്കാം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് 103 സങ്കീർത്തനം വായിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. തിരുവചനത്തെ നമ്മൾ വായിക്കുന്നു. ആവർത്തന പുസ്തകം 4:9 വായിക്കുന്നത് ഉപകാരങ്ങൾ മറക്കരുതെന്നുള്ളതാണ്. ആ വായിക്കുന്ന വാക്കിങ്ങനെ ആകുന്നു. 4:9 കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെ നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിൻ്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണമെന്നാണ്. അപ്പം മക്കളുണ്ടാകും. മക്കളില്ലാത്തവർക്ക് ഈ സന്ദേശം അനുഗ്രഹമാകട്ടെ. മക്കളുണ്ടാകും, മക്കളുടെ മക്കളും ഉണ്ടാകും. നമ്മുടെ ദൈവം വലിയവനാണ്, സർവശക്തനാണ്. ഇസ്രായേലിന് പണ്ട് അവരുടെ ശാപത്തെ അനുഗ്രഹമാക്കി കൊടുത്ത ഒരു ദൈവം നമുക്കുള്ള കൂടെയുണ്ട്. ആവർത്തന പുസ്തകം 23:5 അത് വായിക്കുന്നുണ്ട്. ആ ദൈവം നമ്മുടെ സൗഖ്യദായകനാണ്. നമ്മുടെ ശാപങ്ങളെ മാറ്റുവാൻ, ക്ഷീണങ്ങൾ മാറ്റുവാൻ, രോഗങ്ങൾ മാറ്റുവാൻ മതിയായ ദൈവം. കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അത്രത്തെ ഉപകാരങ്ങളാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. ആ ഉപകാരങ്ങളെല്ലാം ഓർത്ത് ഇന്ന് പകൽ നന്ദി അർപ്പിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മഹാ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.